മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ എന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ഒരു വിഷയം പറഞ്ഞു. അതെന്താണ്? നിങ്ങളെ കുടുംബ ബന്ധം തകരാൻ പാടില്ല. അതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു. അതെന്താണ്? ലാ തംനഉ ഇമാല്ലാഹി മസാജിദല്ലാഹ്. പടച്ചവന്റെ അടിമ സ്ത്രീകളാണ് സ്ത്രീകള്, നിങ്ങളെ ഭാര്യമാര്, നിങ്ങളെ കസ്റ്റഡിയിലുള്ള സ്ത്രീകള്. ആ സ്ത്രീകൾക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളി തടയരുതേ, അള്ളാന്റെ പള്ളി തടയരുതേ എന്ന് പറഞ്ഞിട്ടാണ് നബിതങ്ങൾ പറയുന്നത്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് കാര്യം ഒരു ഹദീസിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞാലേ സുന്നത്ത് ജമാഅത്താകൂ. മുജാഹിദ് ഒരു ഭാഗം മൂടി വെച്ചിട്ട് പകുതി പറഞ്ഞു. ഞാനത് തീർത്തും പറയുകയാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈർ എന്ന് നബിതങ്ങൾ പറയുന്നതിന് മുമ്പ് പറഞ്ഞ വാചകം എന്താണ്? സ്ത്രീകൾക്ക് നിങ്ങൾ അള്ളാന്റെ പള്ളി തടയരുതേ. ആരോടാ ഇത് പറഞ്ഞത്? പെണ്ണുങ്ങളോടല്ല, ആണുങ്ങളോടാണ്. തടയരുത് എന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം? അതിന്റെ ഒരർത്ഥം ശാഫി ഇമാം പറയുന്നു, മക്കയിൽ ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയല്ലേ മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിൽ ഹജ്ജിനും ഉംറക്കും പോകുന്നത് നിങ്ങൾ തടയരുതേ. കാരണം സ്ത്രീകൾ ഒരു മോശക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് പള്ളിയിൽ കയറിക്കൂടാത്ത എന്തോ ഒരു താഴ്മ അവർക്കുണ്ടെന്ന് നിങ്ങൾ ധരിക്കരുത്. അവർക്ക് അങ്ങനെ ഒരു കുറച്ചലോ ഒരു മോശവും പെണ്ണുങ്ങൾക്കുള്ളത് കൊണ്ടല്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയല്ലേ മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളി. അവിടെ തന്നെ പെണ്ണുങ്ങൾക്ക് കയറി തവാഫ് ചെയ്യാം. അവര് ഹജ്ജിന് പോയാൽ അവിടെ കയറണം, തവാഫ് ചെയ്യണം. അതുപോലെ മദീനയിൽ നബിതങ്ങൾ അവർ സിയാറത്ത് ചെയ്യണം. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞതിനർത്ഥമില്ല. ജുമാ ജമാഅത്തിന് വേണ്ടി നബിതങ്ങളെ ഭാര്യമാരെയും പെൺകുട്ടികളെയും റസൂലുള്ള പറഞ്ഞേച്ചിട്ടില്ല, സഹാബത്ത് പറഞ്ഞേച്ചിട്ടില്ല. അതുകൊണ്ട് അവർ അത് പോകുന്നതിനൊരു പുണ്യവുമില്ല. സഹാബത്ത് സമ്മതം കൊടുത്തിട്ടില്ല. ശാഫി ഇമാം പറയുന്നു, ഏറ്റവും ബഹുമാനമുള്ള പള്ളിയല്ലേ മക്കത്തെ പള്ളി, അവിടെ തന്നെ തവാഫിന് വേണ്ടി ഹജ്ജിനും ഉംറക്കും പോകുമ്പോ അവര് കയറുമ്പോ നിങ്ങൾ തടയരുതേ. അതാണ് ലാ തംനഉ ഇമാല്ലാഹി മസാജിദല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനം ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെ മോശമാക്കിയതല്ല അള്ളയും അള്ളാന്റെ റസൂലും സഹാബത്തും ഇമാമികളും നിങ്ങളെ മോശമാക്കിയതല്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളി തന്നെ നിങ്ങൾക്ക് തവാഫിന് കയറാൻ അനുമതിയുണ്ട്. അതേസമയത്ത് ഹൈലുള്ള സമയത്ത് സ്ത്രീകൾ പള്ളി കയറാൻ പാടില്ല. അതുപോലെ ജനാബത്തുള്ളപ്പോൾ പുരുഷന്മാർക്കും കയറാൻ പാടില്ല. കുളിച്ചിട്ടേ പറ്റുള്ളൂ, ശുദ്ധിയായിട്ടേ പറ്റുള്ളൂ. അത് വേറെ നിയമം നമ്മളെ മദ്രസയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു വ്യാഖ്യാനം ആ ഹദീസിന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പറഞ്ഞല്ലോ ലാ തംനഉ ഇമാല്ലാഹി മസാജിദല്ലാഹ്. അതിന് വേറൊരു വ്യാഖ്യാനം പറഞ്ഞു. ആ വ്യാഖ്യാനമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ മനസ്സിലാക്കുന്ന വ്യാഖ്യാനം. എന്താണത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഭാര്യ ആതിക ബീബി റളിയല്ലാഹു അൻഹാ സുബഹി നിസ്കാരത്തിനും അതുപോലെ തന്നെ ഇശാ നിസ്കാരത്തിനും പള്ളി പോയാൽ എനിക്ക് ജമാഅത്ത് കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കി ആ മഹദി പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. കാരണം എന്താ? സുബഹിക്കും ഇശായിനുള്ള പ്രത്യേകത ഇന്നത്തതുപോലെ സ്ട്രീറ്റ് ലൈറ്റുള്ള കാലമല്ല. ഇശായിനും സുബഹിക്കും കൂരിരുട്ടല്ലേ. ആ ഇരുട്ടിപ്പോമാരും കാണൂലല്ലോ, ഇരുട്ടിപ്പോമാരും കാണൂലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് ഭരിക്കുന്ന കാലമല്ലേ. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ തെമ്മാടികളുള്ള കാലമല്ല, പൂവാലന്മാരുള്ള കാലമല്ല, സഹാബത്ത് ജീവിക്കുന്ന കാലമല്ലേ, നല്ല കാലമല്ലേ. അക്കാലഘട്ടത്തിൽ ഇരുട്ടിലാകുമ്പോ ഒരാണ് കാണൂലല്ലോ, ഇരുട്ടിലാകുമ്പോ ഒരാണിന് അങ്ങോട്ടും കാണൂലല്ലോ. അതുകൊണ്ട് ഒരാൾ കാണുകയില്ലെന്ന നിലക്ക് ഇശായിനും സുബഹിക്കും എല്ലാ പള്ളിയിൽ പോയി പോരാമെന്ന് ബഹുമാനപ്പെട്ട ആതിക ബീബി റളിയല്ലാഹു അൻഹാ സതുദ്ദേശത്തോടുകൂടെ ഉദ്ദേശിച്ചു. നല്ല ഉദ്ദേശത്തോടെ ഉദ്ദേശിച്ചതാണ്. അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മ വന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ ലാ തംനഉ ഇമാല്ലാഹി മസാജിദല്ലാഹ്, നിങ്ങൾ സ്ത്രീകളെ പള്ളി തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അള്ളാന്റെ റസൂൽ പറഞ്ഞതിന് ഒരു അർത്ഥം വേണ്ടേ?
തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ വന്ന് നിസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ ആ ഇഷ്ടപ്പെടുന്നു തന്നെ ഉമ്മുഹമ്മദ് നിസായിക്ക് സമ്മതോട്ട് കൊടുത്തിട്ടില്ലല്ലോ. പൊരേലാ ഖൈർ എന്ന് പറഞ്ഞ് പൊരേ നിസ്കരിപ്പിക്കല്ലേ ചെയ്തത്. അപ്പൊ രണ്ടും ഒക്കണ്ടേ? റസൂലുള്ള പറയുന്നത് തടയരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ച പെണ്ണിനോടോ സമ്മതോട്ട് കൊടുത്തതുമില്ല. തടയരുത് എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്യാം. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് ചിന്തിക്കുകയാണ്, സംഗതി പോവാണ്ടിക്കണോന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? തടയരുത് എന്ന് പറയുകയും ചെയ്തല്ലോ. ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഞാൻ തടഞ്ഞാൽ സ്വാഭാവികമായും അവള് ഞാൻ പോകും പറഞ്ഞ് ഞാൻ പോകാൻ വിടൂലായിരുന്നു. പോകാൻ വിടൂല. അപ്പൊ എന്താവും? അപ്പൊ പ്രശ്നമായാലും പിന്നെ കുഞ്ഞുങ്ങൾ കഴിയൂലേ? പ്രശ്നമായ പിന്നെ കുട്ടികൾ കഴിയൂലേ? ഞാൻ ഭർത്താവും ഭാര്യ തമ്മിൽ പ്രശ്നമായില്ലേ? ബാപ്പയും ഉമ്മയും തമ്മിൽ പ്രശ്നമായില്ലേ? അവിടെ പ്രശ്നമില്ലാത്ത രൂപത്തിൽ തടയണം. ഉമർ ഇബ്നു ഖത്താബ് തന്റെ ബുദ്ധിയാണ്. പ്രശ്നമില്ലാത്ത രൂപത്തിൽ തന്നെ റസൂൽ തടയരുത് എന്നതിന്റെ അർത്ഥം എന്താണ്? കുടുംബ പ്രശ്നമുണ്ടാകുന്ന വിധത്തിൽ തടയരുത്. നിങ്ങൾ കുടുംബ പ്രശ്നമുണ്ടാകുന്ന വിധത്തിൽ തടയരുത്. അപ്പൊ പിന്നെ എങ്ങനെ തടയും? അതിന് ഉമർ റളിയല്ലാഹു അൻഹു തന്ത്രം ആവിഷ്കരിക്കുകയാണ്. എന്താ ചെയ്തത്? ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഈ ആത്തിക ബീവി റളിയല്ലാഹു അൻഹ, ആത്തിക ബീവി അറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടാണ് ഖൈർ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ വിവരം ആത്തിക ബീവി അറിയില്ല. അതിപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞാല് ചിലപ്പോ ഭാര്യക്ക് തോന്നും ഞാൻ പോകുന്ന ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ ഒരു റിപ്പോർട്ട് പറഞ്ഞ് എന്നെ കൊടുക്കേണ്ട ഒരു മട്ടാണ്. അങ്ങനെ തോന്നിയിട്ട് അങ്ങനെ ആയിപ്പോയാൽ പറ്റൂലല്ലോ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു തന്ത്രം ആവിഷ്കരിക്കുകയാണ്. എന്താ തന്ത്രം? ആത്തിക ബീവി പോകുന്ന ബൈക്ക് വെല്ലാം ഒളിച്ച് അവിടെ പോയി കിട്ടിരുന്നു. ഒളിച്ചു പോയിരുന്നു. ആത്തിക ബീവി പള്ളിയിലേക്ക് പോകുമ്പോ ഒരൊറ്റ ചാട്ടം, പെട്ടെന്ന് ഒരൊറ്റ അടിയും ഒന്നങ്ങ് കൊടുത്തു. ഒരടി, പരിക്ക് പറ്റുന്ന അടിയൊന്നല്ല, ഒരു പേരിനുള്ള അടിയാണ്. പരിക്കൊന്നും പറ്റിച്ചിട്ടില്ല. ഒരടി അങ്ങോട്ട് കൊടുത്തു. അടി കിട്ടിയപ്പോ ആത്തിക ബീവി അങ്ങനെ തന്നെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഹേയ് ആളുകളൊക്കെ നാശമായി പോയി, ഞാൻ പള്ളിയിൽ പോയില്ല. അങ്ങനെ ആത്തിക ബീവിന്റെ പോക്ക് അവിടെ നിന്നു. ഉമർ ഇബ്നു ഖത്താബ് ചെയ്ത ഒരു പണിയാണ്. അത് കഴിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലശേഷം സുബൈർ റളിയല്ലാഹു അൻഹു അതേ ആത്തിക ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. അപ്പൊ ഉമർ ഇബ്നു ഖത്താബിന് പോകുന്നത് ഇഷ്ടമല്ല എന്ന് നേരത്തെ തന്നെ ആത്തിക ബീവിക്ക് അറിയാം. ആത്തിക ബീവിക്ക് അത് ബുഖാരി തന്നെ ഉണ്ട്. പോകുന്നത് ഇഷ്ടമല്ല, അതറിയാം. എന്നാലും എനിക്ക് ജമാഅത്ത് ടൈം പോയിറങ്ങിയതാ. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ബൈക്കിൽ നിന്ന് അടി കിട്ടിയിട്ട് മടങ്ങിയത്. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് വഫാത്താതെ പോയില്ല. പിന്നെ സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുമ്പോ 36 എനിക്ക് സുബഹിക്ക് വെച്ചാലും ആരും കാണാണ്ടെന്ന് പള്ളിയിലോളം പൊയ്ക്കളയാ എന്ന ആഗ്രഹം വെച്ചു. അത് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചതിന് ശേഷം പോകാൻ ഇറങ്ങി. ആരാ സുബൈർ റളിയല്ലാഹു അൻഹു? സ്വർഗത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞ 10 ആളുകളുണ്ട്. ആ 10 ആളുകളിൽ ഒരാളാണ് സയ്യിദുനാ സുബൈർ റളിയല്ലാഹു അൻഹു. സുമ്മദി വഅൻ അബീ ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും 4 ആള്. പിന്നെയോ സഅദിൻ സുബൈരിൻ, അതാ സുബൈരിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ അശീരിൽ കറമി. 6 ആളുകള്. സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, സഅദിൻ സഈദിൻ, സുബൈർ റളിയല്ലാഹു അൻഹു, സഅദിൻ സഈദിൻ, സുബൈരിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ, തൽഹത്ത് റളിയല്ലാഹു അൻഹു, അബി ഉബൈദ റളിയല്ലാഹു അൻഹു, വബ്നി ഔഫ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 10 സഹാബികളെ പേരെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലാണെന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സഹാബികളും സ്വർഗ്ഗത്തിലാണ്. സ്വർഗ്ഗത്തിന്റെ ജനറൽ ബോഡിയിലാണ്. എന്നാൽ ഇത് എക്സിക്യൂട്ടീവാണ്. അതേ എക്സിക്യൂട്ടീവ് മെമ്പർമാരായി പ്രത്യേകം പേര് പറഞ്ഞ 10 ആളുകൾ. ആ 10 ആളുകൾ അവരിൽപ്പെട്ട ആളാണ് സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി വന്നപ്പോ ആത്തിക ബീവി പള്ളിയിലേക്ക് പോകുന്ന വിവരം അറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് ചെയ്ത അതേ തന്ത്രം തന്നെ ചെയ്തു. വഴിക്ക് പോയി കാത്തുനിന്നു. ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. അടി കിട്ടിയപ്പോൾ മഹദി മടങ്ങി വന്നു. പിന്നെ മരണം വരെ ആ പെണ്ണും പള്ളിയിലേക്ക് പോയിട്ടില്ല. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അൽ-ഇസാബ ഫീ തംയീസ് സ്വഹാബ എന്ന സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥത്തിൽ, അൽ-ഉസ്ദുൽ ഗാബ എന്ന ഇബ്നുൽ ലതീർ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ, ഇബ്നു കസീറിന്റെ അൽ-ബിദായത്തു വൻ-നിഹായയിൽ ഇങ്ങനെ തുടങ്ങി ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഈ സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന കിതാബിൽ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടയരുത് എന്ന് പറഞ്ഞു.
പറഞ്ഞതിന്റെ അർത്ഥം കുടുംബ ബന്ധം മുറിക്കുന്ന വിധത്തിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പോകുന്ന വിധത്തിൽ തടയരുതെന്നാണ്. അതേ സമയത്ത് പോകുന്ന പോക്കില്ലാതിരിക്കാൻ വേണ്ടി ഉപദേശത്തിലൂടെ തടയണം, തന്ത്രം ആവിഷ്കരിച്ച് തടയണം. അതേ സമയത്ത് അതാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്ന വിധത്തിലാകരുത്. കാരണം ഭാര്യയും ഭർത്താവും സന്തോഷകരമായ ജീവിതം നയിക്കണമെന്നതാണ് ഇസ്ലാം. പരസ്പരം കൊമ്പ് കോർത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകണം എന്ന് ഇസ്ലാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഹക്കീമായ വളരെ ഹിക്മത്തുള്ള നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് വീടാണ് ഖൈർ എന്ന് പറയുന്നതോടുകൂടി തന്നെ നിങ്ങളതാ കുടുംബ ബന്ധത്തിന് ഉലച്ചില് വെട്ടുന്ന വിധത്തിൽ തടയരുതെന്ന ഹദീസ് പറഞ്ഞത്. അതിന്റെ അർത്ഥം അതാണെന്ന് ഇമാമിങ്ങൾ വിവരിക്കുന്നു.